ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പത്മിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അത് അധികം എരിവൊന്നുമില്ലാതെ എന്നാൽ നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് സാധാരണ കഴിക്കാറുള്ളത്. ഇടിയപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. ഇതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. നമുക്ക് പോകാം, എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 6 കോഴിമുട്ട. പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് പൊട്ടാറ്റോ ആണ്. അത് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ പൊട്ടാറ്റോ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല കൊഴുപ്പും ഉണ്ടാവും, നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഇവിടെ ഞാൻ 3 എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ 2 എടുക്കുന്നുള്ളൂ കറിക്ക്. ഇത് 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇത് 300 ml കോക്കനട്ട് മിൽക്കാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടെട്രാ പാക്കിൽ വരുന്ന തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. അതല്ലെങ്കിൽ 1.5 തേങ്ങയുടെ പാല്. വേപ്പില 2-3 തണ്ട്. പച്ചമുളക് 6 എണ്ണം നല്ല എരിവുള്ളതാണ്, ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പെരിഞ്ജീരകം 1 ടീസ്പൂണ്. ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലെടുത്തിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. വെളുത്തുള്ളി അല്ലി 10 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മുളക് പൊടി 3/4 ടീസ്പൂൺ. വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് മുട്ടയും പൊട്ടാറ്റോയും പുഴുങ്ങിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട പൊട്ടാതെ പതുക്കെ വെച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ മുട്ട പൊട്ടാതെ കിട്ടും പുഴുങ്ങിയെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടാറ്റോ കൂടി ഇട്ട് കൊടുക്കാം. ഇത് 3 ഇതിൽ ആവശ്യം വരില്ല കേട്ടോ, അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. നിങ്ങൾ ഇടുമ്പോൾ 2 ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റോളം ഇതിങ്ങനെ വേവണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് മാറ്റാം. അപ്പോൾ വേഗം ചൂടാറി കിട്ടും. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ മുട്ട തോട് പൊളിച്ച് പകുതിയാക്കി മുറിച്ച് വെക്കണം. മുട്ട മുറിക്കുമ്പോൾ പൊടിയാതിരിക്കാനായിട്ട് കത്തി ഒന്ന് നനച്ചിട്ട് മുറിക്കണമെങ്കിൽ മുട്ട പൊടിഞ്ഞു പോകില്ല. ഇനി നമുക്ക് പൊട്ടാറ്റോ സ്കിൻ മാറ്റി എടുത്തിട്ട് ഓരോന്നും 8-10 പീസാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഇപ്പം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് പകുതി വഴണ്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരുമാതിരി ശരിയായിട്ടുണ്ട്. ഇതുപോലെ വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി നമ്മളിതിലിങ്ങനെ ചേർക്കുന്നത് ചെറിയൊരു തക്കാളിനെ ചേർക്കണുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ചെറിയൊരു മട്ടിപ്പ് പോലെ തോന്നാതിരിക്കാനായിട്ട് ചെറിയ പുളിപ്പ് വരാം. അതിനാണ് നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് നന്നായി വഴണ്ട് വന്ന് പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഇതുപോലെ ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ മൂടി നിൽക്കണമെന്ന പോലെ വെള്ളം നിൽക്കണം. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യണം. ഞാനിവിടെ ഇതിപ്പോൾ ഈ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇനി ഒഴിക്കാനുള്ളത്. അതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2ാം പാലാണ് ഈ പച്ചവെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഒന്ന് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ ഇതൊന്ന് കുക്ക് ചെയ്യണം. എന്നാലും അതിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഗ്രേവിയിലേക്കൊക്കെ ഇറങ്ങുള്ളൂ. ഇതിൻ്റെ ഗ്രേവി ഒന്ന് ഒരുമാതിരി കുറുകി വരുന്നവരെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 8-10 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മസാലയൊക്കെ പൊട്ടറ്റോയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് അതിലേക്ക് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തീ ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് തിക്കായിട്ടുള്ള ഈ കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം. അത് തീ വളരെ ചെറുതാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മുട്ട ഓരോന്നായിട്ട് എടുത്ത് കറിയിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഗ്രേവി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അതിന്നിട്ട് അത് പോരെങ്കിൽ നമുക്ക് ഈ പാത്രം ഒന്ന് ഇങ്ങനെ അനക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം മുങ്ങി നിന്നോളും. ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മൂടി വയ്ക്കാം. ഇപ്പോഴും തിള മാറാതെ നിൽക്കുന്നത് അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ. അതിപ്പോൾ തന്നെ നിന്നോളും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല ക്രീമിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതിന് ആവശ്യത്തിനുള്ള എരിവുള്ളൂ. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് ശരിക്കും ഉള്ളത്. മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇത് ഞങ്ങൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇന്ന് ഞാനിത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടോ, ചൂടൻ ഇടിയപ്പത്തിൻ്റെ മുകളിൽ ഈ കറി അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ആ മണം ഇതൊക്കെ കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിൽ കൊതി തോന്നിപ്പോവും കഴിക്കാൻ. ഇവിടെ മുട്ടക്കറി ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് എല്ലാവർക്കും.
ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് നല്ലൊരു നാടൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.